ഒരാണ് അടുത്ത വീട്ടിൽ പോയിട്ടൊരു ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണത്തിന് രുചിയുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം അവിടെ പോകും, മൂന്നാമത്തെ ദിവസം രുചിക്ക് അവിടെ അപ്രീഷിയേറ്റ് ചെയ്യും, നാലാമത്തെ ദിവസം അവരെ കുറച്ച് അപ്രീഷിയേറ്റ് ചെയ്യും, അഞ്ചാമത്തെ ദിവസം മാനസികമായിട്ടൊരു അടുപ്പം വരും, ആറാമത്തെ ദിവസം ആകുമ്പോഴേക്കും അവിടെ ബന്ധം തുടങ്ങും. പക്ഷെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പോളിഗാമി ഇപ്പോൾ അഡൾട്ടറി ക്രൈം അല്ല, കുറെ മറ്റേ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവുന്നത് ഒരു തെറ്റല്ല, അതൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഈ നാട് തന്നെ നശിക്കുന്ന രീതിയിലേക്ക് പോകും. ഒരു സ്ത്രീയുടെ ഡ്യൂട്ടിപ്പെട്ടാണ് ധർമ്മത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞത്, പുരുഷന്റെ ഡ്യൂട്ടിപ്പെട്ടതല്ല. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പെൺകുട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണുങ്ങളെ കെട്ടഴിച്ച് വിട്ടോ ഒരു തനിയെ ചീത്തയാ ഉറപ്പാണ്. ഇപ്പം ഞാൻ എൻ്റെ ധർമ്മപത്നിയെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നിരിക്കട്ടെ, എനിക്ക് അസുഖം വന്നേ പറ്റുള്ളൂ. എൻ്റെ സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയും ഗുരുവായൂരപ്പനും യേശുക്രിസ്തുവും ഇവരൊക്കെ തന്നെയാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് തസ്മൈ ഗുരുജിയാണ്. നമസ്കാരം. നമസ്തേ. ഞാനിങ്ങനെ പൊതുവെ ആത്മീയതയിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണ്. അത്തരത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ഇല്ലാത്ത ആളുകളോട് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വിശ്വാസമില്ല എന്ന് പറയുന്നതിന് അർത്ഥം അതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ് അർത്ഥം. എനിക്ക് അമ്മയിൽ വിശ്വാസമില്ല, അച്ഛനിൽ വിശ്വാസമില്ല എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. അതുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആത്മീയത എന്ന് പറയുന്നത് നമുക്ക് അറിയില്ലാത്തൊരു തലമാണത്. ഭക്തി നമുക്കറിയാം. ആത്മീയത എന്താണെന്ന് നമുക്ക് അറിയാനുള്ള ഭാഗ്യം ലഭിച്ചാൽ പിന്നെ നമ്മൾ വിശ്വസിക്കുകയല്ല അതിന്, പിന്നെ അനുഭവിച്ചറിയാണ്. അനുഭവിച്ചറിയുന്ന ഒരു വസ്തുവിനെ പിന്നെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അനുഭവിച്ചറിയാനുള്ളതാണ്. നിങ്ങൾ അനുഭവിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് വിശ്വാസമില്ലാത്തത്. ഒന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ പിന്നെ അതിനെ വിശ്വസിക്കുകയല്ല, അത് സത്യമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അതെങ്ങനെയാണ് അത് അനുഭവിക്കുന്നത്? നമ്മൾ ഈ പ്രപഞ്ചത്തിൽ അനേക വസ്തുക്കളെ പറ്റിയിട്ട് അറിയുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ അറിയണത്? വായിച്ചാണ് അറിയണത്, അല്ലേ? ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്ന്. ക്രിസ്തു മതത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതുവരെ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. ക്രിസ്തുവിനെ കണ്ട് ക്രിസ്തു പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്വാസമല്ല ഉള്ളത്. നമ്മളതിൻ്റെ അനുയായി ആയി കഴിഞ്ഞു, ശരിയായ അനുയായി ആയി കഴിഞ്ഞു. അതിന് പറയുന്നത് ദർശനമെന്നാണ്, സത്യദർശനം എന്നാണ് പറയുന്നത്. ദർശനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി അല്പം പരിശ്രമിക്കണം. ത്യാഗത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ദർശനം ലഭിക്കുകയുള്ളൂ. മൊത്തം കൺഫ്യൂഷനായില്ലേ? ഒന്നുകൂടെ ഞാൻ സരളമാക്കി തരാം. നമ്മൾ ത്യാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ത്യാഗം എന്ന് പറഞ്ഞാൽ ഇല്ല. ശരിക്കും നമ്മൾ ത്യജിക്കുകയാണെന്ന് നമ്മൾ എപ്പോഴും പറയും, പക്ഷെ നമ്മളൊന്നും ത്യജിക്കുന്നില്ല. നമ്മൾ ഫോഴ്സ്ഫുള്ളി അതിനു വേണ്ടി നിരാകരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അതിനകത്തേക്ക് എത്തിപ്പെടാതിരുന്നുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് വേറിട്ട് മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. ത്യാഗം എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ട് ആ വസ്തുവിനെ മാറ്റിവെച്ച് ജീവിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികൾ വീട്ടിൽ തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ കുട്ടിയെ ചീത്ത പറയും, ഇല്ലേ? ഈ മാതാപിതാക്കൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവരൊരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പോൾ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പണിഷ്മെൻ്റ് എന്താണെന്നറിയോ? ഇന്ന് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അന്നത്തെ ഭക്ഷണവും കറികളൊക്കെ അവിടെ ഇരിക്കുകയാണ്. അമ്മ ആ കുട്ടിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അമ്മ കറികളൊന്നും കൂട്ടാതെ വെറും ചോറ് ഉപ്പില്ലാതെ കഴിക്കുക. അപ്പോൾ മക്കൾ ചോദിക്കും എന്താ ഇങ്ങനെ കഴിക്കണമെന്ന്. അപ്പോൾ പറയുക, നിങ്ങൾ ചെയ്ത തെറ്റിന് ഉത്തരവാദി ഞാനാണ്, അതിനുള്ള ശിക്ഷ ഞാൻ ഈ ത്യാഗത്തിലൂടെയാണ് അനുഭവിക്കാൻ പോകുന്നത്. ഈ പശ്ചാത്താപമാണ് അമ്മയെ അതിലേക്ക് നയിക്കുന്നത്. വെറുതെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ കറി ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ത്യാഗം ചെയ്യാണ്. ആ കുട്ടി ചെയ്ത തെറ്റ് കുട്ടി റിയലൈസ് ചെയ്യും. നാളെ മുതൽ ആ കുട്ടി അതേ തെറ്റ് ചെയ്യുകയും ഇല്ല. അത് പക്ഷെ നമ്മളിങ്ങനെ കുട്ടികളെ ഗിൽ ട്രിപ്പ് ചെയ്യിക്കുന്ന പോലെ ആയിരിക്കും. അതൊക്കെ ചുമ്മാ തോന്നണം. ഗിൽ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മളതിനെ പുതിയ പുതിയ വാക്കുകളിട്ട് വേറെ രീതിയിലേക്ക് ആക്കുകയല്ല. കുട്ടികളെ എപ്പോഴും ഇമോഷണലി ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രോമയെ കൊണ്ടുപോകല്ല. അതിന് ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ കുഞ്ഞു കൊച്ചായിരിക്കുമ്പോൾ ആ കൊച്ചിനെ നമ്മളവിടെ കിടത്തി വെച്ച് നമ്മൾ ചിലപ്പോൾ ജോലിക്ക് പോകും. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മ തിരിച്ചു വരുമല്ലോ എന്ന് പോലും അറിയില്ല. അതാണ് ട്രോമ. അതാണ് ഒരു ഗിൽ സ്റ്റേജിലേക്ക് പോകുന്നത്. കുട്ടി പോലും അറിയാണ്ട് കുട്ടി മറ്റൊരവസ്ഥയിലേക്ക് പോവാണത്. അത് വരുമോ ഇല്ലയോ എന്ന് അറിയില്ലാതെ നിരന്തരമാകുമ്പോൾ യൂസ്ഡ് ആവും എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ അത് കുട്ടിയെ ചൈൽഡ് ട്രോമയിലേക്ക് കൊണ്ടുപോകും. ഫ്യൂച്ചറിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സ്വഭാവങ്ങൾ ആ കുട്ടിയിൽ കാണിക്കും. 5 വയസ്സ് വരെ ഒരു കുട്ടിയെ ദൈവത്തെ പോലെയാണ് നോക്കേണ്ടത്.
5 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല. ജോലിക്ക് പോകുക എന്നുള്ളതല്ലോ ഇമ്പോർട്ടൻ്റ് ആ സമയത്ത്. കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കുട്ടി? അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഈ സമൂഹത്തിലേക്ക് നമ്മൾ അടുത്തൊരു തലമുറയെ ദാനം ചെയ്യുകയാണ്. അപ്പം അത്രമേൽ ക്വാളിറ്റി ഉള്ള ഒരു കൊച്ചായിരിക്കണം ഉണ്ടാവേണ്ടത്. ജോലിക്ക് പോവുക എന്നുള്ളതാണ് പ്രയോറിറ്റിയെങ്കിൽ കുട്ടി വേണ്ടാന്ന് നോക്കണം. കുട്ടി വേണമെന്നുണ്ടെങ്കിൽ ജോലിയല്ല പ്രാധാന്യം. പ്രത്യേകിച്ച് അമ്മ. കാരണം അമ്മയുടെ സംരക്ഷണത്തിൽ മാത്രമേ ഒരു കുട്ടി വളരാവുള്ളൂ. വേറൊരാളുടെ സംരക്ഷണത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവ ഗുണങ്ങൾ കൂടി അതിലേക്ക് വരും. ഇത് ഞാൻ മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാൻ ഏറ്റുപറയാം. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, സ്വഭാവശുദ്ധിയുള്ള സ്ത്രീകൾ വേണം കുട്ടിയെ നോക്കാൻ, കുട്ടിയെ സംരക്ഷിക്കാൻ. അത്രമാത്രം പ്രാധാന്യമുണ്ട് ഒരു കുട്ടിക്ക്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടൊരു കുഞ്ഞിനെ വളർത്തിയെടുക്കണമെങ്കിൽ അച്ഛനും അമ്മയും ജോലിക്ക് വേണ്ട ഒരു സാഹചര്യം ഇല്ലേ? എവിടെ? ഞങ്ങൾ രണ്ടുപേരും ജോലി വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ മക്കളെ നോക്കുക ചെയ്ത്. ഞാനും എൻ്റെ ധർമ്മപത്നിയും ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരുന്നു. ബോംബെയിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. കുട്ടികൾ വേണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജോലി വേണ്ടാന്ന് വെക്കിയത്. ഇന്നും ആ കുട്ടികൾ ഞങ്ങളുടെ കൂടെ തന്നെ വളരുകയാണ്. ഇപ്പോഴും ഞങ്ങൾ ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സാമ്പത്തികം ഇത് പ്രപഞ്ചം തന്നോളും. നമുക്ക് ശ്വാസം കഴിക്കാൻ ഓക്സിജൻ കിട്ടണല്ലേ. നമ്മൾ ഈ വിശ്വാസം വേണം. ഇത് നമ്മൾ അനുഭവിച്ചാലേ വിശ്വാസം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ ഉത്തരത്തെ കൊണ്ടുവരണം. നിങ്ങൾ ആദ്യം ചോദിച്ച് എനിക്ക് ഇതിൽ വിശ്വാസമില്ല എന്നാണ്. ഇതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത്. നമ്മളത് അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ വിശ്വസിക്കല്ല. എനിക്കറിയാം, എന്നെ ഒരു ദിവസം പോലും എൻ്റെ പ്രപഞ്ചം എന്നെ പട്ടിണി കിടത്തൂല എന്ന് എനിക്ക് 100% അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ കയ്യിൽ പൈസ വേണ്ട, ഞാൻ റോഡിൽ ഇറങ്ങിയെന്ന് എനിക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള വണ്ടി വന്ന് എന്നെ കൊണ്ടുപോയി എന്നെ അവിടെ ഇറക്കി വിട്ടേക്കും. ഉറപ്പാണ്. ഇത് എല്ലാവർക്കും ഈ പ്രിവിലേജ് എല്ലാവർക്കും കിട്ടും. ഒരാൾക്ക് പോലും ഈ പ്രിവിലേജ് ഇല്ലാത്തില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം അതിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ഓരോ രീതിയിൽ ഈ സ്പിരിച്വാലിറ്റിയിലും അല്ലെങ്കിൽ ഈ ഭക്തിയിലും ഓരോ രീതികളിലും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വാർത്ഥതയോടുകൂടിയുള്ള പരിശ്രമം. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥതയോടുകൂടിയുള്ള ത്യാഗമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? സ്വാർത്ഥതയോടുകൂടിയുള്ള പരിശ്രമവും നിസ്വാർത്ഥതയോടുകൂടിയുള്ള ത്യാഗവും. പക്ഷെ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പൈസ വേണം. നമുക്ക് ജീവിക്കാൻ എത്ര വേണോ അത്രയും നമുക്ക് വേണം. ഞാൻ ഉപേക്ഷിച്ചത് എത്രയുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഇന്ന് എനിക്ക് പ്രപഞ്ചം എനിക്ക് നൽകുന്ന സംരക്ഷണത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കാലിലൊരു മുള്ളു കൊള്ളാതെ ഞാൻ പണ്ട് EMI അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാനില്ല. എനിക്ക് EMI ഇല്ല, ഒരു ലോണും ഇല്ല. പണ്ട് എനിക്ക് വരുമാനം കൂടുതലുണ്ടായിരുന്നു, അതുപോലെ ലേബിലിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ഒരു ലേബിലിറ്റി ഇല്ല, എനിക്ക് വരുമാനം വളരെ കുറവാണ്. പക്ഷേ എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ കാര്യത്തിൽ എന്നെ പണ്ട് ആളുകൾ കാണുന്നതിനേക്കാൾ നല്ല രീതിയിലാണ് ഇന്ന് എന്നെ കാണുന്നത്. കുഞ്ഞിലേ മുതൽ ഇത്തരത്തിലുള്ള ആത്മീയ ചിന്തകൾ ഉണ്ടായിരുന്നു, അതോ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടാണോ ഇതുണ്ടായത്? ഇത് നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു, നമുക്കറിയില്ല. നമ്മളെ കൊച്ചിലേ ഉള്ള വാസനകൾ തന്നെയാണ് നമുക്ക് വലുതാവുമ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. അത് നമുക്ക് ആത്മീയതയാണോ ഭക്തിയാണോ എന്ന് ഇന്ന് എനിക്കറിയാം. അന്നത്തെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ആത്മീയത എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ കൊച്ചിലെ എൻ്റെ നാട്ടിൽ കൂടെ ആർക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായോ, ഒരു കാല് മുറിയോ പൊട്ട് പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വരണതല്ല, ഞാൻ അവർക്ക് മരുന്ന് വെച്ച് കൊടുക്കും. ഞാനൊരു ഡോക്ടറുമല്ല ഒന്നുമല്ല, കൊച്ചു പയ്യനാണ്. പക്ഷെ അവിടെ മെഡിക്കൽ സാധനം ഇരിപ്പുണ്ട്, അവരുടെ മുറിഞ്ഞ അഴുക്കോ കഴുകി കളഞ്ഞ് മരുന്ന് വെച്ച് കെട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ആ സേവന മനസ്ഥിതി ചെറുപ്പം മുതലേ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ട് പാടത്ത് പണിയുന്നവരുടെ അടുത്ത് ഞാൻ പോയിരുന്നു അവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഈ എന്താ പറയുക, ധനികർ പാവപ്പെട്ടവർ ഇങ്ങനത്തെ വ്യത്യാസമൊന്നും എനിക്ക് കൊച്ചിലോട്ടില്ല. ഇതൊക്കെ ഒരു ആത്മീയതയുടെ ക്വാളിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്കറിയാം ഇതെല്ലാം നമ്മളുടെ ചെറുപ്പത്തിലേ നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള വാസനകളാണ്, നമ്മൾ പോലും അറിയാണ്ട്. പല അനാവശ്യ കൂട്ടുകെട്ടുകളിലേക്ക് ഞാൻ പോകാൻ വേണ്ടി ശ്രമിച്ചാലും എന്നെ പ്രപഞ്ചം തടഞ്ഞു നിർത്തുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിപ്പോൾ, അന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ വിചാരിക്കും എനിക്കൊരു കൂട്ടുകെട്ടും ഇല്ലാണ്ട് ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണല്ലോ എന്നാണ് ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് എനിക്കറിയാം അതെല്ലാം എന്നെ പ്രപഞ്ചം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരുന്നു. ഞാൻ കൂട്ടുകൂടാൻ വേണ്ടി എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും എൻ്റെ സഹോദരിയോ അല്ലെങ്കിൽ വല്യച്ഛനോ അച്ഛനോ ആരെങ്കിലും എവിടെ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ തന്നെ പരിക്കകത്ത് കയറേണ്ടി വരും. അപ്പം നമ്മുടെ
എല്ലായിടത്തും റെസ്ട്രിക്ഷനാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതെല്ലാം എൻ്റെ ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിക്വേഷൻസ് ആയിരുന്നു, എന്നെ പ്രപഞ്ചം സംരക്ഷിക്കുന്നതായിരുന്നു. നമ്മളെ പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മളെ പ്രപഞ്ചം സംരക്ഷിക്കുന്നത്, നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കും നമ്മളെല്ലായിടത്തും റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ സമൂഹത്തിൽ നമ്മളോട് പെരുമാറേണ്ടതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. നമ്മളെവിടെയെങ്കിലും അംഗീകരിക്കാതെ വരുമ്പോൾ നമ്മൾ മാറി നിൽക്കുക, എന്തുകൊണ്ട് അംഗീകരിക്കപ്പെടാത്തതെന്ന്. അപ്പോൾ നമുക്കതിന് ഉത്തരം കിട്ടും. അപ്പോൾ എപ്പോഴെങ്കിലും ആത്മീയമായിട്ട് വളരെ റിച്ച് ആയിട്ടുള്ള എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരാള് കുഞ്ഞിലെ മുതൽ അയാളിൽ അത് ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് എനിക്കാ എല്ലാ പൊതുവെ എല്ലാവരിലും അങ്ങനെയൊന്നും എൻ്റെ പ്രത്യക്ഷത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയും ഗുരുവായൂരപ്പനും യേശുക്രിസ്തുവും ഇവരൊക്കെ തന്നെയാണ്. കാരണം ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു എൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ. അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ അവിടെ ആ ക്രിസ്തുവിനെ കുരിശി കിടക്കുന്ന കാണുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഈ കയ്യേൽ ഇങ്ങനെ ആണി അടിച്ചിട്ട് എങ്ങനെ ഇത്രമാത്രം വേദനയോടുകൂടി തൂങ്ങിക്കിടക്കുക. അപ്പോൾ ഇങ്ങനെ തലയിലൊരു കിരീടം വെച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ രക്തം ഇട്ട് ഒഴുകുന്നുണ്ട്. എന്തോരം വേദനയായിരിക്കും, ഒരു മുള്ളു കൊള്ളുമെന്ന് നമുക്ക് വേദനയുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ വേദന അനുഭവിക്കണായിരിക്കും, നമുക്കതേ അറിയില്ലല്ലോ. പിന്നീടാണ് വേദപാഠ ക്ലാസ് ഉണ്ട്, വേദപാഠത്തിൻ്റെ ക്ലാസ് ഉണ്ടല്ലോ, സന്മാർഗ പഠനം എന്നാട്ടെ അതിന് പറയണേ. അപ്പോൾ എല്ലാ ആഴ്ചയിലും 2 ദിവസം സിസ്റ്റേഴ്സ് വന്ന് ഇത്തരം ക്ലാസ്സുകൾ പഠിപ്പിച്ചു തരും. അപ്പോൾ ഈ കാരുണ്യം, ദയ, വാത്സല്യം ഇതൊക്കെ അതിനകത്തുള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെയും എമ്പതി ഉണ്ടാവും, സിമ്പതി അല്ല. പിന്നീട് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ക്രിസ്തു ആരാണെന്ന് അറിയണമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ഓ ദൈവമേ, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ആ പ്രായത്തിൽ ഞാൻ കണ്ണുനീര് വന്നിട്ടുണ്ട്. ഒരു സമൂഹം ഒരാളെ, ഏറ്റവും നല്ല മനുഷ്യന് ഇത്രയും ക്രൂരമായിട്ട് പീഡിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, ഇല്ലേ? അന്ന് ആ പ്രായത്തിൽ അതേ തോന്നുള്ളൂ. അപ്പം നമുക്ക് വേണ്ട സമയത്ത് വേണ്ട അറിവുകൾ എവിടെ നിന്നൊക്കെയോ വരികയാണ്. ഇന്ന ആൾ തന്നു എന്നുള്ളതല്ല. ഈ സങ്കടം എനിക്ക് ശ്രീകൃഷ്ണനെ ഓർക്കുമ്പോൾ ഇല്ല, ഈ സങ്കടം എനിക്ക് പരശുരാമനെ ഓർക്കുമ്പോൾ ഇല്ല, ഈ സങ്കടം എനിക്ക് പരമശിവനെ ഓർക്കുമ്പോൾ ഇല്ല. അവരൊന്നും ഇങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഞാൻ ചിന്തിക്കുകയാണ്, എന്താണ് ഒരു ദൈവം ഇങ്ങനെ, അല്ലെങ്കിൽ ദൈവപുത്രനായിട്ടുള്ള ഒരാൾ ഇത്രയും പീഡിപ്പിക്കപ്പെടാൻ കാരണം? നമ്മുടെ ചിന്ത പോണത് ആ വഴിക്കാണ്. അങ്ങനെ അതിലേക്ക് എത്തിപ്പെട്ട് ഒരു പ്രായം എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ആ രാജ്യത്ത് ക്രൂസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു നോർമൽ സാധനമാണ്, നമ്മൾ നഖം വെട്ടിക്കളയണമെന്ന് പറഞ്ഞ രീതിയിലാണ് അവിടെ. അപ്പോൾ ഒരു നല്ല വ്യക്തിയെ അവിടെ ക്രൂസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞൊരു പുതിയ സംഭവമല്ല. സത്യം ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ പോലെയാണ്, അങ്ങ് മാക്സിമം ക്രൂവാലിറ്റിയുടെ അങ്ങറ്റത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഒരു ആത്മീയതയിൽ ഉയർന്ന തലത്തിലെത്തുന്ന വ്യക്തിക്ക് ഇതൊക്കെ ആയിരിക്കുമോ ശിക്ഷ, അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും അനുഭവം എന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പിന്നീട് മനസ്സിലായി, സത്യം വലിയ വിളിച്ചു പറയാനുള്ള സാധനമല്ല, അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണത് എങ്ങനെയൊക്കെയോ മാറി, ഭക്തി കൂടെ പോയി, ഭക്തി പിന്നീട് സ്പിരിച്വാലിറ്റി ആയിട്ടൊക്കെ മാറിയത്. അപ്പോൾ എനിക്ക് ഒരു മെൻറ്ററോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു റോൾ മോഡലോ ഒന്നും കൊണ്ടുവരാനൊന്നും ആരും ഉണ്ടായിട്ടില്ല. ഓരോ സമയത്തും ഓരോ കഥാപാത്രങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ പാത്തിൽ നിന്ന് എങ്ങനെയാണ് തിരിഞ്ഞ് ഈ പാത്തിലേക്ക് വന്നത്? ഒരു നോർമൽ ആത്മീയതയിൽ നിന്ന് അല്ല, ഭക്തിയിൽ നിന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് അല്ലേ? ഭക്തി എന്ന് പറയുന്നത് ഞാൻ ഇന്നത്തെ തലത്തിൽ നിന്നിട്ടാണ് പറഞ്ഞത്, അന്നത്തെ തലത്തിലല്ല. അന്ന് നമ്മളെല്ലാവരും ഇന്ന് നിങ്ങൾ പോകുന്ന പോലെ തന്നെ ഭക്തിയിലേക്ക് പോവാണ്. നമ്മളൊരാവശ്യത്തിന് വേണ്ടി പള്ളിയിൽ പോവുകയാണെങ്കിൽ അവിടെ പോയി മുട്ടുകുത്തി നിൽക്കും. അവിടെ പോയി ഇന്ന് അറിയില്ലാത്ത ഭാഷയിൽ നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പ്രത്യേകിച്ച് അതിന് റിസൾട്ട് ഒന്നുമില്ല. അമ്പലത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചീട്ടെടുക്കാം. എന്നിട്ട് ചീട്ടെടുത്ത് കൊണ്ടുപോയി അവിടെ പണ്ഡിറ്റിൻ്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ, പൂജാരിയുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ, നാളും പേരും വെച്ചിട്ട് അവിടെ മന്ത്രം ചൊല്ലി നമുക്കതിന് അഭിഷേകം ചെയ്ത പ്രസാദം തരും. അപ്പോൾ ഒരു വിശ്വാസമാണ് ഇത്. നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നം മാറുന്നു. പക്ഷെ പ്രശ്നം മാറണില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങളെല്ലാം ആഗ്രഹങ്ങളല്ല, ദുരാഗ്രഹങ്ങളാണ്. പഠിക്കാതെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണം, ഇത് ആഗ്രഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വസ്തുവിനെ നമുക്ക് കിട്ടണം, അത് നമ്മുടെ ദുരാഗ്രഹമാണ്. നമ്മുടെ പേഴ്സണൽ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. ഒരു അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതും നമ്മൾ അസുഖം വന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. അത് ഇന്ന് എനിക്കറിയാം. ഒരു അസുഖം വരാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ ധർമ്മപത്നിയെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നിരിക്കട്ടെ, എനിക്ക് അസുഖം വന്നേ പറ്റുള്ളൂ. ഞാൻ ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ ധർമ്മപത്നിയെന്ന്. അവൾ ധർമ്മപത്നി അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പണിഷ്മെൻറ്റിന്
ഈക്വലായിട്ട് ഈ അനുഭവിക്കേണ്ടവരാണ് ഇല്ലേ? അവരെൻ്റെ ധർമ്മപത്നിയാണ്, ധർമ്മത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പതിവ്രതയായ ഭാര്യയാണെന്ന്, വ്രതശുദ്ധിയോടുകൂടി നോക്കുന്ന ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ചീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടും. എങ്ങനെ? എൻ്റെ അവസാന കാലഘട്ടം ഞാൻ ആശുപത്രിയിൽ പോയി കിടക്കുമോ, ഇങ്ങനെ കിടന്ന് ശുശ്രൂഷ അനുഭവിച്ച് എനിക്ക് എൻ്റെ ഭാര്യയുടെ സ്നേഹം എന്താണെന്ന് അനുഭവിച്ചിട്ടേ പോകുള്ളൂ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവർ നേരത്തെ പോകും, ഞാൻ പിന്നീട് കിടക്കും. പല ആംഗിളുകളുണ്ട് ഇതിന്. മനസ്സിലാക്കാൻ 1-2 ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരാളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. അവരെ മുകളിൽ നിന്ന് തന്നെ, ഇപ്പോൾ പറയുന്ന പരമശിവനും പാർവതിയും പോലെ, ശ്രീകൃഷ്ണനും ഭാര്യയും പോലെ, വിഷ്ണുവും ലക്ഷ്മിയും പോലെ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നതാണ് പ്രപഞ്ചത്തിൽ മാതൃകയാവാൻ വേണ്ടിയിട്ടാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പോളിഗാമി ഇപ്പൊ അഡൾട്ടറി ക്രൈം അല്ല, കുറെ മറ്റേ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവുന്നത് ഒരു തെറ്റല്ല, അതൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഈ നാട് തന്നെ നശിക്കുന്ന രീതിയിലേക്ക് പോവോ? തീർച്ചയായിട്ടും ഇപ്പോഴേ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരാണ്? ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ പാറ്റേണും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ അനുഭവിക്കുന്ന സ്ത്രീകളല്ലേ? ആണോ അല്ലയോ? ആണ്. അപ്പോൾ ആരാ ഇതിന് കാരണക്കാരി? സ്ത്രീ തന്നെ. സ്ത്രീയാണ് ധർമ്മത്തെ സംരക്ഷിക്കേണ്ടവർ. ഒരു സ്ത്രീയുടെ ഡ്യൂട്ടിപ്പെട്ടാണ് ധർമ്മത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞത്, പുരുഷൻ്റെ ഡ്യൂട്ടിപ്പെട്ടതല്ല. കാരണം ഒരു ആൺകുട്ടിയെ ഏറ്റവും വളർത്തി മോശമാക്കിയ ഒരു ആൺകുട്ടിയാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ബാക്കി വളർത്തേണ്ടത് ആ പെൺകുട്ടിയുടെ ഡ്യൂട്ടിയാണ്. ആണോ അല്ലയോ? ഏതൊരു ആൺകുട്ടിയെ അമ്മ വളർത്തി മോശമാക്കും. ആ ആൺകുട്ടിയെ മറ്റൊരു പെൺകുട്ടിക്ക് വിവാഹം ചെയ്തു കൊടുക്കും. പിന്നെ പെൺകുട്ടിയാണ് ആ ആൺകുട്ടിയെ വളർത്തി നോക്കേണ്ടത്. അതാണ് സമൂഹം ഇപ്പൊ പറയുന്നത്. അല്ല, എന്നും അത് തന്നെയാണ്. അതിന് നമ്മുടെ സംസ്കൃതത്തിൽ ഒരു ശ്ലോകം കൂടിയുണ്ട്. സ്ത്രീകളെ പുരുഷന്മാർ ഒരിക്കലും മോശമായിട്ട് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോലും, പെരുമാറാതിരിക്കാൻ വേണ്ടിയിട്ട് പോലും എത്ര നാര്യസ്തു പൂജ്യന്തോ എന്ന് പറഞ്ഞൊരു ശ്ലോകം തന്നെയുണ്ട്. എത്രമാത്രം നമ്മൾ നാരിയെ പൂജിക്കപ്പെടുന്നു, എവിടെയെല്ലാം പൂജിക്കപ്പെടുന്നു അവിടെയെല്ലാം ഐശ്വര്യം ഉണ്ടാവുന്ന പറയുന്നത്. അതൊരു കുട്ടിയെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടി അവൻ്റെ അമ്മയെയും അവൻ്റെ സഹോദരിയെയും അവൻ്റെ കൂട്ടുകാരികളെയും നാട്ടുകാരെയും എല്ലാവരും ഇതേ ആംഗിളിലേ കാണാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലാബറേറ്റ് ചെയ്തിട്ടുള്ള മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഓരോ സ്ത്രീകളെയും കാണുമ്പോൾ ഒന്നുകിൽ അവരെ എൻ്റെ സഹോദരിയായി കാണാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്ക് അവരിൽ എൻ്റെ അമ്മയെ കാണാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മകളെ കാണാൻ പറ്റണം. അങ്ങനെയല്ല, എല്ലാ സ്ത്രീകളെയും കാണുമ്പോൾ എനിക്ക് ഒരേ വികാരമാണ് തോന്നണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാനസിക വൈകല്യമുണ്ട്. ഇറ്റ്സ് എ സിമ്പിൾ ഫണ്ടയാ അല്ലേ? എനിക്കാണ് അസുഖമുള്ളത്, ഞാൻ ട്രീറ്റ് ചെയ്യപ്പെടണം. ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പോലും കൊള്ളില്ലാത്തവനാണ്. അല്ലാതെ നിങ്ങളെ തുണിയിട്ട് മൂടിയിട്ട് എനിക്ക് അസുഖമില്ല എന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ല. അസുഖം എനിക്കാണുള്ളത്. അപ്പം ഇന്ന് അസുഖം വന്ന് എവിടെ ആൺകുട്ടികളെ കണ്ടാൽ പോലും പ്രശ്നമാവുന്ന അസുഖത്തിലേക്ക് വന്നു ഇല്ലേ? അപ്പോൾ ഇത് എത്രമാത്രം വലിയൊരു രോഗമായിട്ട് മാറിയെന്ന് ചിന്തിക്കുക. കാരണം നമ്മളുടെ ചിന്താഗതി, നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ സമൂഹത്തിലുള്ള ഭക്ഷണം എല്ലാം അതിനകത്ത് ബാധകമാണ്. അപ്പോൾ ഈ ഗേ കപ്പിൾ, ലെസ്ബിയൻ കപ്പിൾ അതൊക്കെയാണെങ്കിൽ എങ്ങനെ പോകും? ഞാൻ അതിനൊരിക്കലും ഉത്തരം പറയാൻ തയ്യാറില്ല. കാരണം അത് എല്ലാം അവരവരുടെ ചോയ്സാണ് ഇല്ലേ? ഇതിനൊന്നും ഞാൻ ഉത്തരം പറയില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയേണ്ട ഉത്തരമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും. അത്തരം കപ്പിൾസിനെ പറ്റിയിട്ട് ഞാൻ പറയില്ല. എനിക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും ജീവിതത്തിൽ അങ്ങനെ പോയേനെ. എൻ്റെ സാഹചര്യമാണ് ഞാൻ ഇങ്ങനെയായി മാറിയത് ഇല്ലേ? എനിക്കൊരു തലയിലെഴുത്തുണ്ട്. എൻ്റെ ജന്മവാസനയാണ്, എൻ്റെ കർമ്മഫലത്തിന് അടിസ്ഥാനമായിട്ട് എനിക്ക് വന്നു കിട്ടിയ എൻ്റെ ധർമ്മപത്നി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. എനിക്ക് ജീവിക്കേണ്ടത് ഇതാണ്, എൻ്റെ സമൂഹം അംഗീകരിക്കുന്ന ഈ രീതിയിലാണ്. ഇതെനിക്ക് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധി എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്തു. ഞാൻ ആ രീതിയിൽ സമൂഹം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കുകയാണ്. ഒരു പക്ഷേ എനിക്ക് പഠിക്കുന്ന കാലഘട്ടം മുതൽ എൻ്റെ കർമ്മഫലത്തിനനുസൃതമായിട്ട് എനിക്ക് വന്നിരുന്ന ഒരു ഗേ കപ്പിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ അങ്ങനെ ആയിരുന്നു. പക്ഷേ എൻ്റെ കർമ്മഫലത്തിൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്കിതാണ്. അപ്പം ഞാൻ അവരെ പറ്റി എന്തിനാ കുറ്റം പറയണത്? അത് അവരുടെ ചോയ്സ് അല്ലേ? തീർച്ചയായും. ഇതെല്ലാം സമൂഹത്തിൽ നടക്കുന്ന വ്യതിയാനങ്ങളാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് കാലങ്ങൾ തെളിയിക്കട്ടെ. അതെ, ഈ ധർമ്മപത്നി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു പാർട്ട്ണറിനെ, ഒരു ഐഡിയൽ പാർട്ട്ണറിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നു? വളരെ സിമ്പിളാണ്. ഇപ്പം നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ മനുഷ്യൻ ആലോചിക്കുന്നത് എന്താ? എനിക്ക് ഒരു നല്ല പയ്യൻ വേണം. എന്താണ് ക്വാളിറ്റി? ഹാൻസം ആയിരിക്കണം,
നല്ല വെളുപ്പുണ്ടായിരിക്കണം, അല്ലെങ്കിൽ കറുത്തതായിരിക്കണം, ചുരുണ്ട മുടിയായിരിക്കണം, കട്ടിയുള്ള മീശ വേണം, 6 പാക്ക് ആയിരിക്കണം, നല്ല ജോലി വേണം, കാറ് വേണം, വീട് വേണം. ഇതേ നമ്മൾ പറയാറുള്ളൂ അല്ലേ? ഒരിക്കലും ഒരു ഉത്തമ പുരുഷൻ നല്ല ഭർത്താവായിരിക്കണം എന്ന് പറയാറില്ല. ഈ വാക്ക് എവിടെയും കേട്ടിട്ടുണ്ടോ? പറയുന്നവരുണ്ട്, വളരെ കുറവാണ്. ഇതുപോലെ ഒരു ആൺകുട്ടിയോട് നിങ്ങൾ ചോദിക്കുക, നോർമലി ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് വേണ്ട വിവാഹം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രൂപഘടന പറയും, മാനസികമായിട്ട് എന്താണെന്നുള്ളത് പറയില്ല. എനിക്കൊരു ധർമ്മപത്നിയാണ് വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് കിട്ടും, ഉറപ്പാണ്. പക്ഷേ ഇവിടെ അത് അങ്ങനെ ചിന്തിക്കാറില്ല. ഇവിടെ വേണ്ടത് രൂപഭാവങ്ങളുടെ കാര്യങ്ങളെ പറയാറുള്ളൂ. അവിടെ സ്വർണ്ണം ഉണ്ടാവും, കാറുണ്ടാവും, വീടുണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇവൻ ഉത്തമയായിട്ടുള്ള ഒരു ഭാര്യ ആയിരിക്കില്ല. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടി. ഈ ആഗ്രഹത്തിൻ്റെ നിസ്വാർത്ഥ ഭാവമാണ് ഞാൻ ഈ പറയുന്ന ധർമ്മപത്നിയെ വേണമെന്നുള്ളത്. ധർമ്മപത്നി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഭാര്യ ആയിരിക്കണം. അത് വ്രതശുദ്ധിയോടുകൂടി നോക്കണം. ഒരു ഭാര്യ ഒരു ഭർത്താവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ ഈസി ജോബല്ല. ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്ന പോലെയാണ് നോക്കേണ്ടത്. ആണുങ്ങൾ തെറ്റ് ചെയ്യും. എവിടെ പോണു, എന്തിനു പോണു, എങ്ങോട്ട് പോണു, ഇരി ഇവിടെ. അത് കൺട്രോളിങ് അല്ലേ? ഇത് വേണം. ആണുങ്ങളെ കെട്ടഴിച്ചു വിട്ടോ അവർ തനിയെ ചീത്തയാ, ഉറപ്പാണ്. പക്ഷെ എല്ലാരും പറയുന്നത് തിരിച്ചാണ്, സ്ത്രീകളെ അഴിച്ചു വിടുന്നതാണ്. എങ്ങനെ? സ്ത്രീകളെ അഴിച്ചു വിടുന്നത് കൊണ്ടാണ് നശിക്കുന്നത് എന്നാണ് പറയുന്നത്. സ്ത്രീകൾ എങ്ങനെയാ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ധർമ്മപത്നി എന്ന് പറയുമ്പോൾ ക്വാളിറ്റി മുഴുവൻ സ്ത്രീക്കാണുള്ളത്, ഇല്ലേ? നിയന്ത്രണം പുരുഷന്റെ മുകളിലാണ് വേണ്ടത്. കാരണം ഒരാണ് അടുത്ത വീട്ടിൽ പോയിട്ടൊരു ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണത്തിന് രുചി ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം അവിടെ പോകും, മൂന്നാമത്തെ ദിവസം രുചിക്ക് അവിടെ അപ്രീഷിയേറ്റ് ചെയ്യും, നാലാമത്തെ ദിവസം അവരെ കുറച്ച് അപ്രീഷിയേറ്റ് ചെയ്യും, അഞ്ചാമത്തെ ദിവസം മാനസികമായിട്ടൊരു അടുപ്പം വരും, ആറാമത്തെ ദിവസം ആകുമ്പോഴേക്കും അവിടെ ബന്ധം തുടരും. വെറും ഒരു ഭക്ഷണമാണ്, ഇല്ലേ? ഒരു 4 ദിവസത്തേക്ക് ടൂറിന് വിട്ടേ, പോയിട്ട് തിരിച്ചു വരുമ്പോഴും കൂട്ടുകാരുടെ സ്വഭാവമായിട്ട് തിരിച്ചു വരും. എന്നാൽ ഇത് പെൺകുട്ടികൾക്കുണ്ടോ? ഇന്നത്തെ അല്ല ഞാൻ പറഞ്ഞ, യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു പെൺകുട്ടിക്ക് അത് ഉണ്ടാവില്ല. കാരണം അവർക്ക് സ്വധർമ്മത്തെ സംരക്ഷിക്കാൻ അവർക്ക് പ്രപഞ്ചം തന്നെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അവരാ രീതിയിൽ അങ്ങനെ അങ്ങ് പൊക്കോളും. അവരൊരാൾക്കും നശിപ്പിക്കാൻ പറ്റില്ല, സ്വയം നശിക്കണമെന്ന് വിചാരിക്കല്ലേ. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പെൺകുട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാനങ്ങനെ ഒന്നും പറയണില്ല. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം മനസ്സിലാക്കി സ്വധർമ്മത്തിൽ ജീവിക്കാൻ തയ്യാറെടുക്കുന്ന പെൺകുട്ടികളായിരിക്കണം. അവർ മനസ്സിലാക്കണം, ഞാൻ സമൂഹത്തിന് റോൾ മോഡൽ ആവേണ്ടവരാണ്. എൻ്റെ അടുത്ത് പലരും വരും, അവരിൽ ആരെ എവിടെ നിർത്തണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. വരുന്ന എല്ലാ പുരുഷനും ഒരേ മോഹമായിരിക്കും. ഞാൻ ഇന്നത്തെ കാലഘട്ടം പറയാം, എല്ലാവരെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന ആരാണോ അയാളെ. പണ്ട് എങ്ങനെയായിരുന്നു വിവാഹം നടന്നിരുന്നത്? സ്വയംവരമായിരുന്നു. ആണുങ്ങളത് ഇങ്ങനെ പോവും, അതിലിഷ്ടമുള്ളതിനെ സ്റ്റോപ്പ്, പെണ്ണ് സ്വീകരിക്കുകയാണ്, ഇല്ലേ? അതെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, രാവണനും അർജുനനും ഒരേ വേദിയിൽ ഒരാളെ വിവാഹത്തിന് വേണ്ടി പോയതാണ്, ഇല്ലേ? അതുപോലെ തന്നെ ശ്രീരാമനും രാവണനും, സോറി ആദ്യം പറഞ്ഞ രാവണനായി പോട്ടെ, പറഞ്ഞു മാറിപ്പോയതാ, ദുര്യോധനും. ഇവിടെ രാവണനും ശ്രീരാമനും ഒരേ വേദിയിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ പോയതാണ്. ഇവരെല്ലാം സ്വധർമ്മത്തിൽപ്പെട്ട ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് അവർ നിലകൊണ്ടിട്ടുള്ളത്. അവിടെ ഒരിക്കലും സ്ത്രീ ഒരിക്കലും ചൂസ് ചെയ്യുമ്പോൾ അധർമ്മത്തിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യില്ല. സ്ത്രീക്ക് ആ ക്വാളിറ്റി ഉണ്ട്, ഇന്നും ഉണ്ട് ആ ക്വാളിറ്റി.